വളരെ ഗൗരവമുള്ള വിഷയമാണ് കടത്തിൻ്റെ വിഷയം. പല ആളുകളും ആ വിഷയത്തിൽ വളരെ അശ്രദ്ധയോടുകൂടി പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കടവുമായി ബന്ധപ്പെട്ട് വളരെ അശ്രദ്ധയോടുകൂടി എത്രയധികം കടം കുമിഞ്ഞുകൂടുന്നതിലും യാതൊരു വിധത്തിലുള്ള ബേജാറുമില്ലാതെ ഭയവുമില്ലാതെ കടം വാങ്ങുന്ന ആളുകൾ വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതുൻ ബിദൈനിഹി ഹത്താ യുഖ്ദഅ അൻ. ഒരു വിശ്വാസിയുടെ ആത്മാവ് അവൻ്റെ കടവുമായി ബന്ധിക്കപ്പെട്ടിരിക്കും, അത് വീട്ടപ്പെടുന്നത് വരെ അവന് സ്വർഗപ്രവേശനം സാധ്യമാകുകയില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാര ശേഷം തിരിഞ്ഞിരുന്ന് അദ്ദേഹം ഇങ്ങനെ മുകളിലോട്ട് നോക്കി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്തോ ഒരു വിഷമമുള്ള കാര്യം അദ്ദേഹത്തിന് വഹി ഇറങ്ങിയതുപോലെ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയുകയും മാ അൻസലല്ലാഹു മിനത്ത് തശ്ദീദ്, എത്രമാത്രം കഠിനമായ നിയമമാണ് അള്ളാഹു ഇറക്കിയത് എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. സ്വഹാബത്ത് പറയുകയാണ്, ആ സന്ദർഭത്തിൽ അതെന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായില്ല. പിറ്റേ ദിവസമായപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നലെ നിങ്ങൾ ഇപ്രകാരം പറയുകയുണ്ടായി, അതെന്താണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടത്തിൻ്റെ വിഷയത്തിലാണ് ആ ഗൗരവമുള്ള നിയമം ഇറങ്ങിയിരിക്കുന്നത്. ലൗ അന്ന റജുലൻ, ഒരു മനുഷ്യൻ, ഖുതില ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ അയാൾ വധിക്കപ്പെട്ടാൽ, സുമ്മ ആശ, അയാൾക്ക് വീണ്ടും അള്ളാഹു ജീവൻ കൊടുത്തു, സുമ്മ ഖുതില ഫീ സബീലില്ലാ, വീണ്ടും അയാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു, വീണ്ടും അള്ളാഹു അയാൾക്ക് ജീവൻ കൊടുത്തു, വീണ്ടും അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു, എന്നാൽ പോലും അയാളുടെ കടം അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. മറ്റേത് പാപവും അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം, കടമൊഴികെ. അതുപോലെ തന്നെ യുഗ്ഫറു ലിശ്ശഹീദി കുല്ല ദംബിൻ ഇല്ല ദൈൻ, ഒരു ഷഹീദായ മനുഷ്യന്, രക്തസാക്ഷിയാകുന്ന മനുഷ്യന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യന് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കാം, ഏതൊഴികെ? കടമൊഴികെ. അവിടെ കുല്ല ദംബിൻ, എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും, കടമൊഴികെ എന്ന് പറഞ്ഞതിൽ നിന്നും വീട്ടാൻ വേണ്ടി ഒരാൾ പരിശ്രമിക്കാതെ മരണപ്പെട്ടു പോകുകയെന്നുള്ളത്, കടമുണ്ടെങ്കിൽ അത് വീട്ടാൻ വേണ്ടി സ്വയം പരിശ്രമിക്കാതെ, അതുപോലെ തന്നെ അത് കൃത്യമായി എഴുതി വെക്കാതെയൊക്കെ ഒരാൾ മരണപ്പെട്ടു പോകുകയെന്നുള്ളത് പാപമായ കുറ്റകരമായ കാര്യമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.